ഒരു കാൻഡിലിവർ ബീം തന്നെയാണ്. ഇവിടെ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട് ആൻഡ് ഓൾസോ ഇവിടെയും ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. ദെൻ ഇവിടെ ഒരു 24 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഒരു 12 കിലോ ന്യൂട്ടൺ വരുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ 5 ആണ്, ഇത് 5 ആണ്, ആൻഡ് ദിസ് ഇസ് 5 ആൻഡ് ദിസ് ഇസ് 5. അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്താണ് ഈ സ്റ്റിഫ്നെസ് മെത്തേഡും ഫ്ലെക്സിബിലിറ്റി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്സിന്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഹൗ ടു കാൽക്കുലേറ്റ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി? ഇവിടെ നമ്പർ ഓഫ് റിയാക്ഷൻസ് 3, ഇവിടെ 1, ഇവിടെ 1. സോ ടോട്ടൽ 5 മൈനസ് നോൺ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3. സോ ഇറ്റ് ഈസ് 2. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ബിക്കം 2. അപ്പോൾ ഇതിൽ എനിക്ക് ഏത് ലോഡുകൾ വേണമെങ്കിലും റിഡൻഡന്റ് ആക്കി എടുക്കാം. സോ ഞാൻ ഇവിടെ എടുക്കുന്ന ഈ റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ റിയാക്ഷനും ഈ റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷനുമാണ്. സോ ഇങ്ങനെ ഇതാണ് നമ്മുടെ സിസ്റ്റം, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം. ഞാൻ പേര് കൊടുക്കുന്നത് എ, ഇത് ബി ആൻഡ് ദിസ് ഇസ് സി ആൻഡ് ഡി ആൻഡ് ഇത് ഇ. ഇങ്ങനെ കൊടുത്തു. ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലെ എല്ലാ റിഡൻഡന്റ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ ലോഡുകളും റിമൂവ് ചെയ്തു. ചെറുതാക്കിയിട്ടാട്ടോ കാണിക്കുന്നത്. സോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 24 മാത്രം ഉണ്ടാവും. ഇവിടെ അടുത്ത കോർഡിനേറ്റിൽ ലോഡ് ഇല്ല. അടുത്ത കോർഡിനേറ്റിലാണ് 12 വരുന്നത്. ദെൻ ഇവിടെ ലോഡില്ല. ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിന്റെ മൊത്തം മൊമെന്റുകൾക്ക് നമുക്ക് എം എന്ന് കൊടുക്കാം. അതിന്റെ ഓരോ സെക്ഷനിലെയും മൊമെന്റ്സിന് ഞാൻ എം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സോ അതിന് നമുക്ക് എം എന്ന് വിളിക്കാം കേട്ടോ. ഇനി അടുത്ത കണ്ടീഷൻ ഞാൻ റിഡൻഡന്റ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് റിഡൻഡന്റ് ഇവിടെ എത്ര കോർഡിനേറ്റ്സുകൾ ഉണ്ട്? 1, 2, 3, 4 കോർഡിനേറ്റ്സ്. നാലാമത്തെ കോർഡിനേറ്റിലാണ് ഫസ്റ്റ് എന്ത് വരുന്നത്. ഇതിന് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കട്ടെ, 1 and 2. ഇത് ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് ആണ് ഇത്, ആൻഡ് സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ് ആണ്. ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് ആക്ട് ചെയ്യുന്നു. സോ ദിസ് ബിക്കം എന്റെ മൊമെന്റ്സുകളെല്ലാം എല്ലാ സെക്ഷനിലെയും മൊമെന്റുകൾ M1 ആയിട്ട് എടുക്കാം. ആൻഡ് ഓൾസോ രണ്ടാമത്തെ ഇതും അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എവിടെ വരുന്നത്? സെന്ററിൽ അല്ലേ. സോ ഇത് സെക്കൻഡ് കോർഡിനേറ്റ് അപ്ലൈ ചെയ്തു ആൻഡ് ദ മൊമെന്റ് വിൽ ബി M2. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ? സോ അതായത് ലോഡ്സ് മാത്രം, അതായത് റിഡൻഡൻസ് ഒഴിവാക്കിയിട്ടുള്ള ആ സ്ട്രക്ചറിലെ ലോഡ് കണ്ടീഷൻസ് മാത്രം കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിന്റെ ഓരോ സെക്ഷനിലെയും മൊമെന്റ്സിനെ ഞാൻ എം എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ റിഡൻഡൻസിന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റിഡൻഡന്റ് ആദ്യം അപ്ലൈ ചെയ്തു, എൻഡിൽ മാത്രം അപ്ലൈ ചെയ്തു. സോ അതിന്റെ മൊമെന്റ് കണ്ടീഷൻസ് നമുക്ക് M1 എന്നും സെക്കൻഡിന് M2 എന്നും വിളിക്കാം. ഓക്കെ. ഞാൻ ഇത്രയും വായിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം ലോഡുകൾ. സോ ഇത് ഫസ്റ്റ് 24 ആണ്, ഇവിടെ 12 ആണ്. ആൻഡ് ഓരോന്നും 5 മീറ്റർ വെച്ചിട്ടാട്ടോ ഡിസ്റ്റൻസ്. ഇതിലിവിടെയാണ് ബാക്ക് ചെയ്തത്. 1, 2, 3. ഇവിടെ ഇങ്ങനെ സെന്ററിന് മാത്രം ലോഡ്. ഓക്കെ. ഇവിടെ M, ഇത് M1 ആൻഡ് ദിസ് ഇസ് M2 ആണല്ലോ. ദെൻ ഞാനിവിടെ എന്ത് കൊടുക്കാമെന്ന്, ഫസ്റ്റ് പോർഷൻ കൊടുക്കുകയാണ്. പോർഷൻ ഇതേതാണ് പോർഷൻ ഞാൻ എടുക്കുന്നത് എന്നുള്ള, സോറി കാണുന്നില്ലേ. ദെൻ പോർഷൻ ആയിട്ട് കൊടുത്തു. ഫസ്റ്റ് പോർഷനാണ് അത്. ദെൻ 2 ഒറിജിൻ ഏതാ എന്നുള്ളത്. ഇതാണ് ഒറിജിൻ. ദെൻ അതിന്റെ ലിമിറ്റ് എത്രയാണ്, ലിമിറ്റ് ഒറിജിൻ ലിമിറ്റ്. ദെൻ ഓരോന്ന് കണ്ടീഷൻ M എത്രയാണ്, M1 എത്രയാണ്, ദെൻ M2 എത്രയാണ് എന്നുള്ളത്. സോ
ഇങ്ങനെ നമുക്ക് ടേബിളായിട്ട് എല്ലാവരും വരയ്ക്കാം, ടേബിളായിട്ട് വരയ്ക്കാം. സോ 1 2 3 4 5 6 കോളംസ് ഉള്ള ടേബിൾ വരയ്ക്കാം. സോ ഇതിൽ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എ ആണ് ആൻഡ് ദിസ് ഇസ് ബി ആൻഡ് ഇത് സി ആണ് ആൻഡ് ഇത് ബി ആണ് ആൻഡ് ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ഇസ് ഇ. ഇങ്ങനെയാണല്ലോ നമ്മൾ നമ്പർ കൊടുത്തത്. സോ ഫസ്റ്റ് എടുക്കേണ്ട പോർഷൻ സി എന്ന് പറഞ്ഞ പോർഷൻ എടുത്തു. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ സിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് സി ആണ്. അതായത് സി എന്ന് പറഞ്ഞ പോർഷന്റെ സ്റ്റാർട്ടിങ് ആരാണ്? സി അല്ലേ. ദെൻ സി എന്ന് എടുത്തു. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അത്ര സി എന്ന് പറഞ്ഞ പോർഷൻ 0 to 5 മീറ്റർ അല്ലേ ഉള്ളൂ. ഓക്കെ. ദെൻ അതിന്റെ എം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോർഷനിൽ ഏത് സെക്ഷൻ എടുത്താലും അതിന് ഞാൻ എങ്ങനെ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ ഒരു പോർഷൻ എടുത്തു. സോ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ അവിടെ ഒരു മൊമെന്റ്സ്, അവിടെ ലോഡുകളൊന്നും ഇല്ല. അത് കാരണം നമുക്ക് അവിടെ എന്ത് വരുന്നു? ലോഡുകളൊന്നും ഇല്ലാത്തതിന് മൊമെന്റ് എന്താണ്? 0 ആണ്. ദെൻ ഈ കണ്ടീഷനിൽ ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഈ ലോഡ് വരുന്നുണ്ട് അല്ലെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ഇൻറ്റു എക്സ് ആണ്. എക്സ് ഇത്രയും വരും. ആൻഡ് M2 ഇവിടെ ലോഡുകളൊന്നും ഇല്ലാത്തതിന് ഇതും 0. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ബി ആണ്. അതിൻ്റെത് ഇ ആണ്. ഒറിജിൻ 0 to 5 മീറ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ദെൻ എം എന്താണ്? എം എന്ന് പറഞ്ഞാൽ ഇവിടെ വരും സെക്ഷൻ. നമ്മുടെ സെക്ഷൻ ലൈൻ ഇവിടെയാണ്. ഇതിന് രണ്ടിന്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. സോ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അതായത് ഇങ്ങനെ ഒരു സെക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇത് 12 ആണല്ലോ. സോ നമുക്കറിയാം ഒരു സെക്ഷന്റെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷനിൽ ഇങ്ങനെയും മൊമെന്റ്സുകൾ വരികയാണെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെയും വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് BMD ഒക്കെ വരയ്ക്കുന്ന സമയം ആ ഒരു പോർഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഇവിടെ 12 ഇൻറ്റു എക്സ്. അപ്പൊ അത് -12 ഇൻറ്റു എക്സ് ആണ് അവിടെ വരുന്ന മൊമെന്റ് എം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയുള്ള മൊമെന്റോ, സോ ഇവിടെയാണ് സെക്ഷൻ വരുന്നത്. സോ 1 ഇൻറ്റു 5, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. ആൻഡ് ഓൾസോ 1 ഇൻറ്റു 5 പ്ലസ് എക്സ്, അതായത് 1 ഇൻറ്റു 5 പ്ലസ് എക്സ് അഥവാ 5 പ്ലസ് എക്സ് അല്ലേ. ആൻഡ് ഈ മൊമെന്റ് M2 എന്ന് പറഞ്ഞാൽ അപ്പോഴും 0 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് BD. അപ്പൊ അത് ബി ആണ് ആൻഡ് 0 to 5 തന്നെയാണ്. ദെൻ BD എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ ആണ്. ഞാൻ ഇവിടെ വരെയുള്ള സെക്ഷൻ എക്സ് എടുത്തു. സോ -12 ഇൻറ്റു 5 പ്ലസ് എക്സ് എന്ന് വരും. അത് ഇതാണെങ്കിലോ, ഇവിടെയാണെങ്കിലോ സെക്ഷൻ എടുത്തത് M1 ഇവിടെയാണ് സെക്ഷൻ എടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ആണ്, ഇവിടെ 5, ഇത് 5, മൊത്തം 10 പ്ലസ് എക്സ്. സോ 10 പ്ലസ് എക്സ് ഇൻറ്റു 1 അഥവാ 10 പ്ലസ് എക്സ്. ഇനി M2 ഇവിടെ ഉണ്ടാവുമല്ലോ. സോ ഇവിടെ ലോഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് മൈനസ് അല്ല, വെറും എക്സ് പോസിറ്റീവ് ആട്ടോ. നെക്സ്റ്റ് വൺ DA ആണ് എടുക്കുന്നത്. സോ D ആണ് 0 to 5. ഇനി ഇവിടെ എങ്ങനെയാണ്? D എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആണ്. അപ്പൊ -x എന്ന് പറയുന്ന ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ലോഡിലോട്ടുള്ള 24 ഡിസ്റ്റൻസ് ആണ് x എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് സെക്ഷൻ എടുക്കുന്നത് ഇവിടെയാണെങ്കിൽ ഈ സെക്ഷൻ അല്ല കേട്ടോ, അത് അപ്പോഴായിരുന്നു, നേരത്തെ ആയിരുന്നു. ഇപ്പൊ സെക്ഷൻ വരുന്നത് എവിടെയാണ്? DAയിലാണ്. സോ DAയിലെ ഏതെങ്കിലും ഒരു സെക്ഷൻ. അപ്പൊ 24 നിന്നുള്ള ഈ കോർഡിനേറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x. സോ 12 എത്ര മീറ്റർ അകലെയാണ്? 12 എന്ന് പറയുന്നത് x പ്ലസ് 5 പ്ലസ് 5 10. സോ ഇങ്ങനെ വരും -10 പ്ലസ് എക്സ്. 12 10 പ്ലസ് എക്സ് ഡിസ്റ്റൻസിലാണ് -24 ഇൻറ്റു എക്സ് ഇങ്ങനെ വരും. ആൻഡ് ഇവിടെയാണ് ഇവിടെയാണ് വരുന്നത് സെക്ഷൻ, ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ 15 പ്ലസ് എക്സ്. ആൻഡ് ഇവിടെയാണ് ഇത് വരുന്നതെങ്കിൽ x പ്ലസ് 5. ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് കണ്ടീഷൻസ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്വന്തമായി സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അവിടെ മൊമെന്റ്സുകൾ വരുന്നത്. സോ M1 ആൻഡ് M2. എല്ലാവരും ഇത് ലിസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ പോർഷനിലേക്ക് പോകാം.
ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെച്ചുവിടുക. അതായത് ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ഫ്ലെക്സിബിലിറ്റി അതായത് ഇവിടെ 2 റിഡൻഡന്റ് മെമ്പേഴ്സ് ആണല്ലോ. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് F11, F12, F21 ആൻഡ് F22 ആണല്ലോ. ഓക്കെ, ദെൻ F11 എന്താണ്? F11 എന്ന് പറഞ്ഞാൽ അതായത് ഇത് നോർമൽ ഒരു മെത്തേഡ് വഴി, നേരത്തെ ചെയ്ത മെത്തേഡ്സ് വഴി ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ വെച്ചിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതൊരു ഇന്റഗ്രേഷൻ, അത് എക്സ് വേരിയിങ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ ടെക്നിക്ക് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ ദെൻ F11 എങ്ങനെയാണ് കരുതുന്നത്? ഇന്റഗ്രൽ 0 to L m1 into dx divided by ei. m1 into m1, അതായത് ഇവിടെ 1 അല്ലേ, അപ്പൊ m1 into m1. അതേസമയം F21 അല്ലെങ്കിൽ F12 ആയിരുന്നെങ്കിലോ ഇന്റഗ്രൽ 0 to L m1 m2 dx divided by ei. ഇത് തന്നെയാണ് എന്ത് F12, അതായത് ഇന്റഗ്രൽ m2 m1 dx divided by ei ആണ്. ദെൻ F22 എന്താണ്? ഇന്റഗ്രൽ 0 to L m2 into m2 dx by ei. സിമ്പിൾ അല്ലേ? m1² dx by a. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം F11 സോൾവ് ചെയ്യാം കേട്ടോ. സോ ഇന്റഗ്രൽ 0 to L m1² dx by ei. അപ്പൊ നമ്മളുടെ ഇക്വേഷൻസ് m1ന്റെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? അതായത് ഫസ്റ്റ് സെക്ഷനില് സി എന്ന് പറഞ്ഞ സെക്ഷനിൽ m1ന്റെ മാഗ്നിറ്റ്യൂഡ് x. സോ 0 to 5 x² dx by ei പ്ലസ് നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത 0 to 5 x plus 5 whole square dx by ei. അടുത്ത സെക്ഷനിൽ ഇതുപോലെ തന്നെ ഇന്റഗ്രൽ 0 to 5 x plus 10 all square dx by ei. അതേപോലെ അടുത്ത സെക്ഷനിൽ 0 to 4 സെക്ഷനിലും m1ന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദാറ്റ് 4 സെക്ഷൻസ് വരും. ഇതെങ്ങനെ വരും? x³ by 3 0 to 5 പ്ലസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് x plus 5 all cube by 3 varied from 0 to 5, x plus 10 all cube by 3 varied from 0 to 5, and x plus 15 all cube by 3 from 0 to 5. നമുക്ക് 1/ei കോമൺ ആയിട്ട് എടുത്തു കേട്ടോ, 1/ei. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് 2666.67 ഡിവൈഡഡ് ബൈ ei എന്നാണ്. ഓക്കെ ആണോ? ഇതേപോലെ സിമിലർലി നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? സിമിലർലി നമുക്ക് F12 ഓൾസോ F21 കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് ഇന്റഗ്രൽ 0 to L m1 m2 dx by ei അല്ലേ. ദെൻ ഇന്റഗ്രൽ 0 to 5. ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എങ്ങനെയാ വന്നത്? ഫസ്റ്റത്തെ കേസിൽ ICയിൽ m1 മാത്രമേ ഉള്ളൂ, m2 0 ആണ്. സെക്കൻഡ് കേസിലും m2 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ടിലും ഉണ്ടാവില്ല. ദെൻ അടുത്തതിൽ x into x plus 10 dx divided by ei plus integral 0 to 5 x plus 15 into x plus 5 dx by ei. ഇത് നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്യാം കേട്ടോ. അതായത് ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ x² plus 10x, അപ്പം x³ by 3 plus 10 into x² by 2 എന്നാവും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല, സോ എല്ലാവർക്കും ഇന്റഗ്രേഷൻ അറിയുമെന്ന് വിചാരിക്കുന്നു. സോ 833.33 ഡിവൈഡഡ് ബൈ ei. ഓക്കെ ആണോ? ആൻഡ് സിമിലർലി F22 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇന്റഗ്രൽ m2² dx by ei ആണ്. അതായത് എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇന്റഗ്രൽ x² dx by
EI plus integral x plus 5 all square dx by EI. Varied from 0 to 5, 0 to 5. And the magnitude is 333.33 by EI. Okay, three clear ആണല്ലോ. So നമുക്ക് എന്ത് കിട്ടി? എല്ലാ മെമ്പേഴ്സും, അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ എല്ലാ മെമ്പേഴ്സും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കിപ്പോൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റെപ്സിൽ P ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ എൽ ആണെന്ന്. ഓക്കെ, ഈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ റിലീസ്ഡ് സ്ട്രക്ചറിലെ റിഡൻഡൻസ് ആണ്. സോ അതായത് റിലീസ്ഡ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ വരുന്നത് എന്നുള്ളത്. സോ ഇത് രണ്ട്, അതായത് ഇപ്പോഴും ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. സോ ഇറ്റ് ബിക്കം ഓൾവേസ് എ കോളം മെട്രിക്സ് വിത്ത് അതിന്റെ എത്ര രണ്ട് റോസുകളാണ്, കോളം മെട്രിക്സ് ആയിരിക്കും. സോ രണ്ട് റോസ് ഉണ്ടാവും, ആ രണ്ട് റോസും എത്ര നമ്പർ ഓഫ് റിഡൻഡൻസ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇവിടെ രണ്ട് നമ്പർ ഓഫ് റിഡൻഡൻസ് ആണ്, രണ്ടെണ്ണമാണല്ലോ റിഡൻഡൻസ് ഉള്ളത്. സോ അതുകൊണ്ട് ഒരു രണ്ട് മെമ്പർ ആയിരിക്കുള്ളൂ. ഞാൻ ഇതിന് ഡെൽറ്റ 1L എന്നും ഡെൽറ്റ 2L എന്നും വിളിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ദെൻ നമുക്ക് നോക്കാം എന്താണ് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ ഈസിയർ ആണ്. സോ നമ്മൾ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ഡെൽറ്റ 1L? ഡെൽറ്റ 1L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് none other than m into m1 into dx divided by EI. നമ്മൾ നേരത്തെ m കാൽക്കുലേറ്റ് ചെയ്തല്ലോ, ആ m. സോ അത് ഇൻറ്റു, അപ്പൊ അതെന്താണ്, നേരത്തെ ഓരോ സെക്ഷനിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, എടുക്കുക. സോ ഫസ്റ്റ് ഇന്റഗ്രൽ 0 to 5 എന്താണ്, ഫസ്റ്റ് സെക്ഷന്റെ m എന്ന് പറയുന്നത് സിയുടെ m എന്ന് പറയുന്നത് 0 ആണ്, അപ്പൊ അവിടെ ഇല്ല. ദെൻ നെക്സ്റ്റ് -12x into x plus 5 dx divided by EI plus next 0 to 5 ഇതേപോലെ -12 into 5 plus x into x plus 10 by into dx plus there 0 to 5 -12 into 10 plus x minus 24x into x plus 15 into dx divided by EI. ഓക്കെ ആണോ? ഇത്ര സ്റ്റെപ്പ്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു, അതായത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സ് സ്ക്വയർ അല്ലേ വരുന്നത്, സോ x³ 3 അങ്ങനെ ആവുന്ന രീതി, അങ്ങനെയുള്ള സിമ്പിൾ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. സോ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ കാൽക്കുലേറ്ററിൽ കൊടുത്താലും ഇത് കിട്ടും മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത്. സോ -25750 ഡിവൈഡ് ബൈ EI എന്നാണ് ഡെൽറ്റ 1Lന്റെ മാഗ്നിറ്റ്യൂഡ്. ഡെൽറ്റ 2L ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇന്റഗ്രൽ 0 to L m into m2 dx by EI ആണ് വരുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് -9000 ഡിവൈഡഡ് ബൈ 9500 ഡിവൈഡ് ബൈ EI എന്ന് വരും. ഓക്കെ ആണോ? ഇത്രയും കിട്ടി. ഡെൽറ്റ 1L കിട്ടി, ഡെൽറ്റ 2L കിട്ടി. സോ ഡെൽറ്റ മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഡെൽറ്റ L മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് വേണ്ടി ഡെൽറ്റ മൈനസ് ഡെൽറ്റ L അല്ലേ, അപ്പൊ ഡെൽറ്റയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമുക്കറിയാം. ഡെൽറ്റയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 0 ആയിരിക്കും. ഇതൊരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അല്ലേ, ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. സോ ദ ഹോൾ സ്ട്രക്ചറിന്റെ എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിന് മൂവ്മെന്റ് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ ഫോഴ്സ് മെട്രിക്സ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് ഇൻവേഴ്സ് എടുക്കുക. സോ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽറ്റ മൈനസ് ഡെൽറ്റ എൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എഫ് ഇൻവേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഫ് മെട്രിക്സ് കിട്ടിയല്ലോ, അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.714 into 10 raised to -3 -4.285 into 10 raised to -. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഈ ആൻസർ തന്നെയാണോ വരുന്നത് നോക്കുക കേട്ടോ. 4.285 into 10 raised to -3
minus 0.0137, okay, into 25750 and 9500. അതായത് നമുക്ക് കിട്ടുന്ന -25750 ആൻഡ് -9500 ആണല്ലോ. അപ്പം മൈനസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിട്ട് വരും, പ്ലസ് ആയിട്ട് വരും. സോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി, സോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 3.43 ആൻഡ് 19.93 ഇത്രയാണ്, 3 കിലോന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.